ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണം ഉടൻ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും GSLV F-16 റോക്കറ്റിലാണ് ഉപഗ്രഹം കുതിച്ചൊരുങ്ങി. ഇപ്പോൾ ശ്രീ വിനോദ് കുമാർ നമ്മോടൊപ്പം തുടരുകയാണ്. ശ്രീ വിനോദ് കുമാർ, ഇനി കേവലം 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഉപഗ്രഹം കുതിച്ചൊരുകയാണ്. ഈ ഉപഗ്രഹത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രലോകം, ഭാരതവും അമേരിക്കയും മാത്രമല്ല ലോകം തന്നെ ഇതിൻ്റെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുകയാണ്. കാരണം അത്രത്തോളം ഗുണഫലങ്ങളാണ് ഇത് നമുക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ജീവരാശിക്കും മനുഷ്യരാശിക്കും ഒക്കെയും. കാരണം പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അടക്കം തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രകൃതി പഠനത്തിനായി, ആവാസ വ്യവസ്ഥയുടെ പഠനത്തിനായി ഈ ഉപഗ്രഹം അത്രത്തോളം ഉപകരിക്കുക, അല്ലേ? അതെ, നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു പ്രധാനമായിട്ടൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമിയിലുള്ള പ്രതലത്തിലുള്ള എല്ലാ ആകമാനം നമ്മൾ ഇതുകൊണ്ട് കവർ ചെയ്യുകയാണ്. അതായത് 12 ദിവസമാണ് ഒരു ഓർബിറ്റിംഗ്, ഒരു ഭ്രമണപഥത്തിൽ ചുറ്റി കഴിഞ്ഞാൽ ഓരോ 12 ദിവസങ്ങളിലും ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതലത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് ചിത്രമാക്കുകയും അങ്ങനെ 2 മാസം കൂടുമ്പോൾ ഒരു പുനഃസന്ദർശനം. അപ്പോൾ അങ്ങനെ ഇത് കൊണ്ട് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെ വളരെ വിപുലമാണ്. ഇങ്ങനൊരു ഡേറ്റ മറ്റൊരു സാറ്റലൈറ്റിൻ്റെ കാര്യത്തിലും ഇല്ല. ഇത് നമുക്ക് വളരെ വർഷങ്ങളിലേക്ക് മനുഷ്യരാശിക്ക് മൊത്തം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഈ ഭൗമ നിരീക്ഷണം, മണ്ണിൻ്റെ ഘടന, കേരളത്തിലെ തന്നെ തീരങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരത്തിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. മണ്ണിലുള്ള ഈർപ്പത്തിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും, കാറ്റിൻ്റെ ഗതി, ഇതുപോലെ മറ്റ് പല പല ഉപയോഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ദുരന്ത നിവാരണം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിലുള്ള ദുരന്തം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം 2023 ജോഷിപട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിമാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് സ്ലൈഡ്. അതായത് പല കെട്ടിടങ്ങളുടെയും ചുമരിടിഞ്ഞ് വീഴുന്നു, കെട്ടിടങ്ങൾക്ക് വിള്ളലുണ്ടാകുന്നു, ഇങ്ങനെ പല പല ആളുകളും പരിഭ്രാന്തരായി. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഈ തരം എല്ലാ പ്രതിഭാസങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാനും, മുൻകൂട്ടി കാണുക മാത്രമല്ല, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ആ സമയത്ത് വേണ്ട രീതിയിലുള്ള ദുരന്ത നിവാരണത്തിൽ പോകാനും അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം ഈ സാറ്റലൈറ്റിൻ്റെ ഡേറ്റ വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ സാറ്റലൈറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. അതേസമയം ഈ റോക്കറ്റുമായി ബന്ധപ്പെട്ട്, അതായത് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റുമായി ബന്ധപ്പെട്ടും കുറേ കൂടി ഗൗരവമേറിയ ചർച്ചകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, 2 സക്സസ്ഫുൾ മിഷൻ സെയിം റോക്കറ്റിൽ നടപ്പായതിന് ശേഷം മാത്രമേ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ എന്നൊരു നിർദ്ദേശം നാസ മുന്നോട്ട് വെച്ചിരുന്നു എന്ന് ചില ശാസ്ത്രജ്ഞരൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. അത്തരത്തിൽ ഈ സൂക്ഷ്മത പുലർത്തുന്നതിൽ ഈ റോക്കറ്റ്, അതായത് കൃത്യമായി പോയിന്റിലേക്ക്, അതായത് ഭ്രമണപഥത്തിലേക്ക് കൃത്യമായി എത്തിക്കാൻ ആ സൂക്ഷ്മത പുലർത്തുന്നതിന് എന്ത് പ്രത്യേകതയാണ് ഈ റോക്കറ്റിനുള്ളത്? നമുക്ക് ഈ ശ്രേണിയിലുള്ള ഭാരമുള്ള നമ്മുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വേണ്ടി നമുക്കുള്ളത് പ്രധാനമായിട്ടും PSLV, GSLV, പിന്നെ LVM-3, ഇങ്ങനെ 3 റോക്കറ്റുകളാണുള്ളത്. നമുക്കറിയാം, ഈ ഉപഗ്രഹത്തിൻ്റെ ഭാരം ഏകദേശം 3000 കിലോ, 2800 കിലോയോ അതിനടുപ്പിച്ചുള്ള ആണ് ഇതിൻ്റെ ഭാരം. 2400. അപ്പോൾ ഈ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിക്കാൻ വേണ്ടിയിട്ട് PSLV മതിയാവില്ല. PSLVയുടെ ഇതിൻ്റെ പേലോഡ് കേപ്പബിലിറ്റി ഈ പറയുന്ന 747 കിലോമീറ്റർ, 777 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ അത് മതിയാവില്ല. പിന്നെയുള്ള GSLV Mark 3 അഥവാ LVM-3 എന്ന് പറയുന്ന റോക്കറ്റ്, ഇതിനെ സംബന്ധിച്ചോളം വളരെ വളരെ നമ്മളതിൻ്റെ ഇതിനേക്കാൾ ഏറെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിക്കാൻ കഴിവുള്ളതായതുകൊണ്ട് അതിനെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഏറ്റവും ഉപയുക്തമായ റോക്കറ്റ് എന്ന് പറയുന്നത് GSLV തന്നെയാണ്. പിന്നെ GSLVയുടെ കാര്യത്തിൽ നേരത്തെ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. ഇത് GSLVയുടെ ക്രയോജനിക് എഞ്ചിനെ സംബന്ധിച്ചും അതിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത് 18ാമത്തെ ദൗത്യമാണ്. അത് മാത്രമല്ല, ഇത് ഓപ്പറേഷനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 9ാമത്തെ ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 3 ദൗത്യങ്ങൾ തുടർച്ചയായ വിജയങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്.